അപ്പോൾ അടുത്ത താരം ഇതാണ്. കൃഷ്ണന്റെ കയ്യിലിരിക്കുന്ന അടുത്ത ഐറ്റം. ഇതിന്റെ പേരെന്താ പോണേ? ഇത് നമ്മൾ പേരിട്ടിട്ടില്ല. ബോൾ പൈത്തൺ എന്നാണ് ഇതിന്റെ ഒറിജിനൽ പേര്. അതിന്റെ ഇനം, ഈ ഇനം നമ്മുടെ കയ്യിലൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ. അങ്ങനെ ആള് സൈലന്റ് ആണോ? കുഴപ്പമില്ല. അപ്പം നമ്മളൊക്കെ ഇതിനെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ പേടിയാണ്. ഇതൊരാൾ കയ്യിൽ വെച്ചേക്കുന്ന കണ്ടപ്പോൾ ഞാൻ തൊട്ട് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. പോയിസണില്ലാത്ത പാമ്പാണ്, നോൺ പോയിസണസ് ആണ്. ഇന്ന് സ്മാർട്ട് പെൻ സഫാരി എത്തി നിൽക്കുന്നത് അടൂര് ഒരിപ്പുറം ക്ഷേത്രത്തിനടുത്തായിട്ട് നന്ദന ഫാമിലാണ്. അപ്പോൾ നമ്മുടെ ഫാമിനെ പറ്റി കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി ഈ നന്ദന ഫാമിലെ നന്ദൻ അല്ലേ, നന്ദകിഷോർ, വളരെ സന്തോഷം ഞങ്ങൾ ഇന്നിവിടെ എത്തി. അപ്പം നന്ദകിഷോറിന്റെ പിന്നിൽ നിൽക്കുന്ന ആളാരാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് പിന്നിൽ കാണുന്ന ഈ ഒട്ടകമാണ് കായംകുളം കൊച്ചുണ്ണി. 19-ാം നൂറ്റാണ്ട് തുടങ്ങിയ സിനിമകളിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുള്ള ഹൈദയാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ ഒട്ടകം. അപ്പോൾ നന്ദകിഷോറിൻ്റെയാണ് ഈ ഒട്ടകം. ഇത് നമ്മുടെ ബാഹുബലി സിനിമയിലേക്ക് കൊടുത്തിരിക്കുന്ന പീരങ്കിയാണ്, ഡെമോ പീരങ്കിയാണ്. അതായത് പീസിക്കൊക്കെ വെച്ചാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷെ ടയർ ഒറിജിനൽ കാളവണ്ടിയുടെ ടയറാണ്. ഇത് PVC നമ്മൾ ഡെമോ ചെയ്ത് അവർക്ക് കൊടുത്താണ്. കാളവണ്ടിയുടെ വീല് കറക്റ്റ് തന്നെ കാളവണ്ടിയുടെയാണ്. പക്ഷെ 4 ദിവസം കൂടി കഴിയുമ്പോൾ 2 കൊടുക്കുന്നത്. അത് നിങ്ങൾ ചിലപ്പം ഇത് നമ്മുടെ പഴയ വെള്ളലി അല്ലേ? അല്ല, വെള്ളരി വേറെയാണ്. ഇത് മൈസ് എന്ന് പറയും. ഇത് ചെറിയ ഇനം, അതിലും ചെറിയ ഇനം. ഫുൾ ടേണ്ട. ഇത് ടേണ്ട. ഇവരെല്ലാവരോടും പെട്ടെന്ന് ഇണങ്ങും. ഇവരൊക്കെയാണ് കിഷോറിന്റെ കൂട്ടുകാർ. അപ്പം ഈ ഇതിന് ദിലീപിക്ക് എങ്ങനെയാണ് നിങ്ങളുമായിട്ട് ഇണങ്ങിയിട്ടുണ്ട്? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അടുത്ത താരം ഇതാണ്. കൃഷ്ണന്റെ കയ്യിലിരിക്കുന്ന അടുത്ത ഐറ്റം. ഇതിന്റെ പേരെന്താ പോണേ? ഇത് നമ്മൾ പേരിട്ടിട്ടില്ല. ബോൾ പൈത്തൺ എന്നാണ് ഇതിന്റെ ഒറിജിനൽ പേര്. അതിന്റെ ഇനം, ഈ ഇനം നമ്മുടെ കയ്യിലൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ. അങ്ങനെ ആള് സൈലന്റ് ആണോ? കുഴപ്പമില്ല. അപ്പം നമ്മളൊക്കെ ഇതിനെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ പേടിയാണ്. ഇതൊരാൾ കയ്യിൽ വെച്ചേക്കുന്ന കണ്ടപ്പോൾ ഞാൻ തൊട്ട് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. പോയിസണില്ലാത്ത പാമ്പാണ്, നോൺ പോയിസണസ് ആണ്. ഇത്ര അടുത്ത് നമ്മൾ ഈ ഒരു സാധനത്തിനെ കണ്ടെന്ന് ഇപ്പോൾ ആദ്യമായിട്ടാണ്. അവർ മയിൽപ്പീലിയുടെ ഒക്കെ പുറത്തൂടെ തരുന്ന ഒരു എഫക്റ്റ്. അപ്പോൾ മോനെ, അവനെ ആദ്യം നമ്മൾ ശല്യപ്പെടുത്തണ്ട. അവൻ എവിടെയാണോ ഇരുന്നത് അവിടേക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുക. പൈത്തന്റെ തീറ്റ, ബോൾ പൈത്തന്റെ തീറ്റയാണ്. മൈസ് എന്നാണ് ഇതിന്റെ പേര്. ഇത് നമുക്കല്ലാതെ നമുക്ക് വീടുകളിൽ ഇണക്കി വളർത്താൻ പറ്റുന്ന സാധനം. ഇണക്കി വളർത്താനും പറ്റും. ഇതിപ്പോൾ നമ്മളിവിടെ പാമ്പിന് കൊടുക്കാനായിട്ടാണ് വളർത്തുന്നത്. നമ്മുടെ നാട്ടുപുറത്തൊക്കെ ഉണ്ടാവുമോ ഈ സാധനം? ഇല്ല, അങ്ങനെ ഉണ്ടാകത്തില്ല. പാടാകില്ല. ഇതിന്റെ ശരിക്കുള്ള പേരെന്താണ്? ഹെഡ്ജോഗ്. ഹെഡ്ജോഗ് അല്ലേ? ഇതിന്റെ പ്രധാന ഭക്ഷണങ്ങൾ എന്തൊക്കെയാ? പ്രധാന ഭക്ഷണം നമ്മൾ പൂച്ചയ്ക്ക് കൊടുക്കുന്ന തീറ്റയുണ്ട്, വെളിയിൽ നിന്ന് മേടിക്കുന്ന തീറ്റയുണ്ട്. അതാണ് കൊടുക്കുന്നത്. ഏറ്റവും ഇഷ്ടവും അത് തന്നെ. ഫുൾ ടൈം ഉറക്കമാണോ അതിന്റെ പരിപാടി? ഫുൾ ടൈം ഉറക്കമായിരിക്കും. അടുത്ത താരമാണ് ഇവിടുത്തെ ഈ വൈറ്റ് കുതിര. ആമി എന്നാണ് പേര്. നമ്മുടെ മമ്മൂട്ടിയുടെ ടർബോ എന്ന പടത്തിനകത്തെ മെയിൻ കുതിരയാണ്. ടർബോ എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ ഒരു സൂപ്പർ സ്റ്റാർ ആണ് പുറകെ നിൽക്കുന്നത്. ഇത് ആൺകുതിരയാണോ അങ്ങനെ? ഇത് നമ്മുടെ പഞ്ചാബപ്പത്ത സിനിമയ്ക്കകത്തേക്ക് കൊടുത്ത കഴുതകളാണ്. ഈ കാണുന്ന നമുക്ക് പിന്നെ കാണുന്ന ഈ രണ്ടുപേരും പഞ്ചവർണ്ണ തത്ത അല്ലേ? ഇത് പാല് തരുന്ന കഴുതകളാണ്. 1 ലിറ്റർ കഴുതപ്പാൻ 6500 രൂപ വില വരും. 6500 രൂപ 1 ലിറ്റർ കഴുതപ്പാൽ.
ഈ മുഖത്തൊക്കെ തേക്കുന്ന ക്രീംസ് ഒക്കെ ചെയ്യുന്നത് കഴുതപ്പാൽ കഴുതപ്പാൽ വെച്ചിട്ടാണ്. ഇയാളുടെ പേര് ഇവര് നമ്മുടെ ആയിട്ട് നല്ല ഇണക്കമാണോ? അത് പുറത്തു നിന്നാലും വന്നു കഴിഞ്ഞാൽ അവരോട് പെട്ടെന്ന് വയലന്റ് ആകും അങ്ങനെ വല്ലോ? ഒന്നുമില്ല. ഇവർക്ക് പേരിട്ടിട്ടില്ല. ഇത് അമ്മു എന്നാണ് പേര്. അമ്മു. അവന് പാറു എന്നാണ് പേര്. പാറു. സിനിമാ പർപ്പസിന് വേണ്ടി ടേം ചെയ്തേക്കുന്ന പ്രാവുകൾ. ഇതെല്ലാം സിനിമയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അവർക്ക് ഷൂട്ടിന് വിട്ടുകൊടുക്കുന്ന പ്രാവുകൾ. അപ്പൊ എല്ലാം ട്രെയിൻഡാണ്. അവിടെ നിർത്ത്. ആ വീഡിയോ അവിടെ നിർത്ത്. നീ മോനെ നന്ദു അപ്പോൾ യമു ഇവരെല്ലാം നന്ദുവിനോട് നല്ല ഇണക്കമാണെന്ന് തോന്നുന്നു. പിടിച്ച സൈലന്റ് ആയിട്ട് വന്ന് നിൽക്കാറുണ്ട്. മുട്ടയിട്ട് തുടങ്ങിയ ആൾക്കാരാണ് ഇവര്. ഇവര് മുട്ടയിടുന്നതാണ്. മുട്ടയിടുന്ന ഒരു യമു പക്ഷിയുടെ മുട്ടയ്ക്ക് 1500 രൂപ മുതൽ 3500 രൂപ വരെ വില വീഴുന്നുണ്ട്. നമ്മുടെ ഏകദേശം 11 പേർക്കോളം കഴിക്കാൻ പറ്റും. ഹാർട്ട് പേഷ്യൻസ്, കൊളസ്ട്രോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ്. മെഡിസിനും കൂടെ മെഡിസിനും കൂടെ. മോഹവിലയാണ് മുട്ടയ്ക്ക്. ഏത് വിലയും ആ ഒരു 1500 മേളിലേക്ക് കയറുകയാണ്. ഇത് നാട്ടുകുതിരയാണ്. കോണി കുതിര കഴിഞ്ഞാൽ ഏറ്റവും മേളിലുള്ള കുതിര. വലിപ്പവും സൈസുള്ള കുതിരയാണ്. ഇതിനും ആൾക്കാരോട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ല, പ്രശ്നങ്ങളൊന്നും. ഇണങ്ങിയ കുതിരയാണ്. ഇപ്പൊ എത്ര വയസ്സ് കാണും? ഇതിനിപ്പം 6 വയസ്സ്. 6 വയസ്സാണ്. പേര്. അയാൾ എപ്പോഴും പാത്തിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതെ അതെ. അന്നേരം എപ്പോഴും ഉറക്കമായിരിക്കും. വൈകിട്ട് ഒരു 6 മണി കഴിയുമ്പോഴായിരിക്കും ആക്റ്റീവ്. ഇവര് ആക്റ്റീവ് ആകും. ആക്റ്റീവ് ആകും 6 മണി. അവർ രണ്ടുപേരേ ഉള്ളു. ഇതെന്താണ് ഇതിന്റെ പേര്? ഇത് ഗ്രേ പാരറ്റ്. ഗ്രേ പാരറ്റ്. എന്താ നമ്മൾ ഇതിന് വിളിക്കുന്ന പേര്? ഇവിടെ നമ്മൾ മുത്തെന്നാണ് വിളിക്കുന്നത്. ഫുൾ ടൈംഡ് ആയിട്ടുള്ള ബേഡാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എളുപ്പം ടൈംഡ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബേഡാണ്. ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഫുഡും കാര്യങ്ങളും ഇപ്പം നമ്മൾ ചോളത്തിൻ്റെ ഇത്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് സൂര്യകാന്തി അങ്ങനെയുള്ള എല്ലാ ഇതും കൊടുക്കും. ഇപ്പം സാധാരണ ഫാമുകളിലൊക്കെ ഇത് കാണും, ഇപ്പം വരുന്നുണ്ട്. ഇതിന് എന്ത് പ്രൈസ് വരുന്നത്? ഇത് ഏകദേശം ഒരു 80,000 റുപ്പീസോളം വില വരുന്നതാണ്. അതെ. ഫാൻസി കോഴി എന്ന് പറയും. ഫാൻസി കോഴി. അതായത് വെള്ളക്കണ്ടറിൽ നല്ല രോമമൊക്കെ, കാലിലൊക്കെ നല്ല രോമമുള്ള ടൈപ്പില് കാല് കവറായിട്ട് ഷൂ പോലെ തൂവല് കവർ ചെയ്ത് കിടക്കുന്ന ചെറിയ കുള്ളനിനം. ഇതിലെങ്ങനെയൊക്കെ മോനെ പ്രൈസുകൾ വരുന്നത്? ഏകദേശം കൃത്യമായി മോനെ അറിയില്ല. അപ്പം അടുത്തതാണ് വൈറ്റ് ടർക്കി. ഇതൊക്കെ നല്ല ഇണക്കമായോ? എന്തുണ്ട്? ഇതിപ്പോ കുഞ്ഞുങ്ങളാണ്, വലുതായിട്ടില്ല. വലുതായിട്ടില്ല. വൈറ്റ് ഗിരി എപ്പോഴും ഉറക്കം തന്നെയുണ്ട്. 24 മണിക്കൂറിൽ 21 മണിക്കൂർ ഉറക്കമായിരിക്കും. ഉറക്കം തന്നെ, ഏറ്റവും കൂടുതൽ സമയം ഉറക്കമാണ്. അതെ.
പഴയ കാലത്തെ ഗ്രാഫോൺ. ഇത് വർക്കാണോ മോനെ എപ്പോഴും? വർക്കാണ്. മെതിയടി. ഇത് എന്തായിട്ടാണ് മോനെ? ഇത് കന്നുകാലി തട്ട്. പണ്ട് കാളേനെ പശുവിനൊക്കെ അഴിച്ചു വിടാൻ നേരം ഇതിങ്ങനെ കഴുത്തെ കെട്ടിവിടും. ഇതിന്റെ ശബ്ദം വന്യജീവികൾക്ക് പേടിയാന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആക്രമിക്കത്തില്ല എന്നും പറയും. പിന്നെ നമ്മൾ എവിടാന്ന് അറിയാനും. ഇത് കഴഞ്ചു വടി. മെഡിസിന്റെ ഒക്കെ അളവെടുക്കുന്ന വടിയാണ്. ഓരോ അളവുണ്ട്. പഴയ കുതിരവണ്ടിയുടെ ഹോൺ. പഴയ കാലത്തെ കുതിരവണ്ടികളിൽ വെച്ചിരുന്ന ഹോൺ. ഇവർ പിത്തളയാണ്. ഇത് ഉപ്പ് ഭരണി. അത് കല്ലുപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചു വെക്കും. അതിനകത്തുനിന്ന് നമുക്ക് എടുക്കാൻ ഉപയോഗിക്കും. ഉപ്പ് തോണി, ഉപ്പ് ഭരണി എന്നൊക്കെ പറയും അല്ലേ? തടിയാണിത്. അപ്പൊ കണ്ടിട്ടില്ലാത്തവർക്ക് ഉപ്പ് തോണി, പണ്ടത്തെ കാലത്ത് കല്ലുപ്പിട്ട് വെച്ച് വെള്ളം ഒഴിച്ചു വയ്ക്കുന്ന തോണി. ഇത് നമ്മുടെ തുടം, പഴയ തുടം. ഇത് ബലൂൺ ഭരണി. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിപ്പമുള്ള. മനുഷ്യരും ഊതിയാണ് വീർപ്പിക്കുന്നത്. തേൻ ശേഖരിക്കാൻ നല്ലത്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഖുറാനും ഈ നമ്മുടെ നന്ദനം മ്യൂസിയത്തിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ എല്ലാ പേജുകളും കാര്യങ്ങളും എല്ലാം കൃത്യമാണ്. ഖുറാൻ സെയിം തന്നെ. ഖുറാന്റെ മിനിയേച്ചർ ലെൻസ് വെച്ച് വായിക്കാൻ പറ്റും. ലെൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഏറ്റവും ചെറിയൊരു ഖുറാനും ഇവിടെ ഉണ്ട്. ഈ നന്ദനത്തിൽ മ്യൂസിയത്തിലുണ്ട്. ഇതാണ് പണ്ട് കാലത്തെ രാജാക്കന്മാർ ചൂതാട്ടങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന പകിട. ഇത് എഴുത്തോല നാരായം. അതൊക്കെ ഒരുവിധം ഒട്ടം ആൾക്കാർക്ക് അറിയാം. ഇത് എമൂന്റെ മുട്ടയാണ്. ഇതാണ് ഞാൻ അവിടെ പറഞ്ഞ മുട്ട. കളർ അടിച്ചതല്ല, ഇതാണ് കളർ. ഒറിജിനൽ കളറും ഒറിജിനൽ ഗ്രിപ്പും. ഇതിനൊരു ഗ്രിപ്പുണ്ട് കേട്ടോ. പക്ഷെ ഈ മുട്ടയ്ക്ക് ഒരു ഗ്രിപ്പുണ്ട്. ഇതിന് കളറും ഇത് തന്നെ. ഒറിജിനൽ മുട്ട തന്നെയാണ്. അപ്പുറം നടുക്കിരിക്കുന്ന മുട്ടയാണോ അങ്ങനെ? രണ്ടാമതിരിക്കുന്നത് അത് ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ തോടാണ്. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ തോടും എമുവിന്റെ മുട്ടയുടെ തോടുമായിട്ടുള്ള വ്യത്യാസമാണ്. വലിപ്പം ഒട്ടകപ്പക്ഷിയുടെ മുട്ടയ്ക്ക് തന്നെയാണ്. തൊട്ടിപ്പുറത്ത് ആ മുട്ടയിലാണ് എമുവിന്റെ മുട്ട ഉപയോഗിച്ച് മുട്ടയുടെ തോടിൽ കുറച്ച് ആർട്ട് വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. മനോഹരമായ ആർട്ട് വർക്കാണ്. ഇപ്പൊ കിഷോറിന്റെ അമ്മയാണ് ഈ ആർട്ട് വർക്കുകളെല്ലാം ഈ മുട്ടത്തോട് ചെയ്തു വെച്ചിരുന്നത്. ടോർച്ച്. ഇപ്പൊ ഇതെങ്ങും കാണാനില്ല. 5 ബാറ്ററിയുടെ ടോർച്ച് അല്ലേ വന്നത്? ഇത് 5 ബാറ്ററി ടോർച്ചാണ്. അത്തരം ടോർച്ചിന്റെ ഒരു ശേഖരം തന്നെ താഴെ ഇരിപ്പുണ്ട്. പഴയ കാലത്തെ ടൈം പീസ്, മണ്ണെണ്ണ വിളക്കുകൾ, ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വിളക്കുകൾ. ഇതൊരു പഴയ 4 കെട്ട് വീടാണ്. അത് കാണുന്നത് 6ാം നിലവറ. പണ്ട് നെല്ല് അറയുന്നരയും. ഇത് ഇതിന്റെ 4 കെട്ടാണ്. 4 കെട്ട് നടുമുറ്റം. ഇതെന്താണ് മോനെ ഇവിടെ ഇങ്ങനെ ഒരു ആയിട്ട്? നമ്മുടെ അരിയൊക്കെ പൊടിക്കാൻ ഉപയോഗിക്കുന്നു. പണ്ട് കാലങ്ങളിൽ അരിയൊക്കെ പൊടിക്കാൻ ഉപയോഗിച്ചിരുന്ന മെഷീനെ കൈകൊണ്ട് കറക്കി പൊടിച്ചെടുക്കും. ഓരോ അളവുകളൊക്കെ ഉണ്ട്. ഇപ്പോഴിത് വർക്കാണോ? ഇത് നമ്മൾ ഇവിടെ തന്നെ ഉള്ള പണ്ടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെഷീനാണ്. അത് കലപ്പ അങ്ങനെയൊക്കെയുള്ള സാധനം എടുത്തങ്ങ് പോയാൽ നിലം വിടാൻ. പണ്ട് കാലങ്ങളിൽ നിലം ഉഴുതുമറിക്കാൻ ഉപയോഗിച്ചിരുന്ന കാള ഉപയോഗിച്ച് വലിച്ചുകൊണ്ടിരുന്ന കലപ്പയാണിത്.
കലപ്പ ഇപ്പോൾ അത് ഒരുപാട് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും തന്നെ ആ കലപ്പയും അതിൻ്റെ കൊഴുവും എല്ലാം കൃത്യമായിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പണ്ട് അമ്പലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെട്രോൾ മാക്സ്, ഇത് കോയിൻ ഫോണ്, ഇത് ലാൻഡ് ഫോണ്, ഡയൽ ഫോണ്, ആദ്യകാല ടി വി, അത് കഴിഞ്ഞിറങ്ങിയ ഓണിയുടെ ടി വി. ഇരിക്കുന്നതെല്ലാം പഴയകാല റേഡിയോകളാണ്. എല്ലാം വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഉണ്ടല്ലേ. ഇതൊക്കെ എന്താണ് ശരിക്കും? ഇത് നമ്മുടെ കുതിരയുടെ ഡെക്കറേഷൻ സെറ്റ് ആണ്. മുഖത്തിടുന്ന പ്രോഗ്രാമിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇടുന്ന മുഖപ്പട്ടയാണ് അല്ലേ. ഇതാണ് അതിന്റെ വായിലിട്ട് കൺട്രോൾ ചെയ്യുന്നത്. കൺട്രോൾ ചെയ്യുന്നത് ഇത് ബിറ്റ് എന്ന് പറയും. ബിറ്റ് അല്ലേ. ഇതിലാണ് അപ്പൊ കുതിരയുടെ എല്ലാ നിയന്ത്രണങ്ങളും. നിയന്ത്രണങ്ങളും ഇതിലാണ്. ഓ ശരി ശരി. ഇത് കുതിരയുടെ കാലയിൽ അടിക്കുന്ന ലാടവാണ്. 30 ദിവസം കൂടുന്തോറും കുതിരയുടെ കാലയിൽ ലാടം അടിക്കണം. 30 ദിവസം കൂടുമ്പോൾ ലാടം അടിക്കണം അല്ലേ. ഒരു കുതിരയ്ക്ക് ലാടം അടിക്കുന്നതിന് 3500 രൂപ വില വരും. ഒരു കുതിരയ്ക്ക് ലാടം അടിക്കുന്നതിന് 3500 രൂപ വരുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് സ്പ്രേ കുപ്പികളുടെയൊക്കെ കളക്ഷനാണ് അല്ലേ. ഇതൊക്കെ പുതിയതും പഴയതുമായ കാലയളവിലെ സ്പ്രേ കുപ്പികളുടെ ഒരു ശേഖരം ഇപ്പോഴേ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുകയാണ്, വരാൻ പോകുന്ന കാലഘട്ടത്തെ കാണിക്കാനായിട്ട്. ഇത് പഴയ ഹാർമോണിയാണ്. ഇപ്പോഴും വർക്കാവും. ഓക്കെ. അപ്പം ഇതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചേക്കാണ് അല്ലേ, വരും തലമുറകളെ ഇതൊക്കെ കാണിക്കാനായിട്ട്. ഇത് നമുക്കിപ്പോ വണ്ടികൾക്കൊക്കെ ലൈസൻസ് ഉള്ള പോലെ തന്നെ പണ്ടത്തെ സൈക്കിളിന്റെ ലൈസൻസ് ആണ് ഈ കാണുന്നത്. പഴയ സൈക്കിളിന്റെ ലൈസൻസ് ആണല്ലേ. 1966 മുതൽ 1967 വരെ സൈക്കിൾ ലൈസൻസ് വേണമായിരുന്നു ഒരു കാലഘട്ടത്ത്. ആ കാലഘട്ടത്തിലെ സൈക്കിളിന്റെ ലൈസൻസ് ആണിത്. ഇത് ഇന്ന് ഒരാൾ പോലും ഇത് കണ്ടു കാണാൻ സാധിക്കില്ല ഇന്നത്തെ കാലഘട്ടത്തില്. ഇന്ന് എല്ലാ വണ്ടികൾക്കും ലൈസൻസ് അവൈലബിൾ ആയതുകൊണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ സൈക്കിളിന് ലൈസൻസ് ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന കേരള സർക്കാർ കൊടുത്തിരുന്ന ഒരു ലൈസൻസാണ്. ആ ലൈസൻസിൻ്റെ ഒറിജിനലാണ് അല്ലേ, ലാമിനേറ്റ് വെച്ചിരിക്കുന്നത്. ഒറിജിനൽ ലാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓ, ഇതൊക്കെ പുതിയ തലമുറയെ കാണേണ്ടതാണ് കേട്ടോ. ഇത് പഴയ ഒരു റേഷൻ കാർഡാണ്. ഇടുക്കി ജില്ലയിലെ പഴയ ഒരു റേഷൻ കാർഡ്. അതെല്ലാം നമ്മൾ ഈ മ്യൂസിയത്തിൽ സൂക്ഷിക്കുകയാണല്ലേ. ഇടുക്കി ജില്ലയിലെ ഒരു റേഷൻ കാർഡാണ്. അതിന്റെ തമിഴും മലയാളവും ഒക്കെയാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലേ. ആ ഫ്രണ്ട് പേജിൽ കാണിച്ചവനെ ആണ്. തമിഴും മലയാളവും ഒക്കെയാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. റേഷൻ കാർഡാണ്, കേരള ഗവൺമെന്റിന്റെ റേഷൻ കാർഡാണ്. ഇത് പണ്ടത്തെ ലോട്ടറി, പഴയ ലോട്ടറിയാണ്. 10 രൂപ, 5 രൂപ ലോട്ടറി. 5 രൂപ ലോട്ടറി. 10 ലക്ഷം രൂപ ഒരു അംബാസിഡർ സമ്മാനം. പഴയ 5 രൂപ ലോട്ടറിയാണ്. 10 ലക്ഷം രൂപ മാരുതി കാർ സമ്മാനം. നമ്മൾ പഴയ സിനിമകളിലേ കേട്ടിട്ടുള്ളൂ ഇതൊക്കെ. 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും എന്ന് പറയുന്ന ഒരു പാട്ടിലൂടെ കേട്ടിട്ടുള്ള ലോട്ടറികളൊക്കെയാണ് ഈ കാണുന്നത്. ഇതൊക്കെ കാലഹരണപ്പെട്ടു പോയി. ഇനി ഇതൊന്നും കാണാനേ പറ്റത്തില്ല. ആ ലോട്ടറിയാണ് ഈ കാണുന്നത്. കേരള സർക്കാരിൻ്റെ ലോട്ടറിയാണ്. 1989 ഇറങ്ങിയ ലോട്ടറിയുടെ ഒറിജിനലാണ് ഇരിക്കുന്നത്. ഇത് ഒരൊറ്റ തടിയിൽ തീർത്ത പെരുമ്പാമ്പാണ്. ഒറ്റ തടിയിൽ തീർത്ത ഒരു പെരുമ്പാമ്പാണ് അല്ലെ, വേരാണ് അല്ലെ. ഒരു മരത്തിന്റെ വേരിൽ ചെയ്തിരിക്കുന്ന പെരുമ്പാമ്പാണ്. കണ്ടില്ലേ എന്തൊരു ഒറിജിനാലിറ്റി. ഇത് ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇതങ്ങോട്ട് കൊണ്ടുവച്ചാല് വരുന്ന ആൾക്കാരൊക്കെ ഇറങ്ങി ഓടിക്കളയും. അത്ര ഒറിജിനാലിറ്റിയാണ്. ഒറ്റപ്പെട്ട സ്ഥലത്തിനെ പ്രതീക്ഷിക്കാതെ കാണുമ്പോൾ ഏതൊരു മനുഷ്യനും എത്ര ധൈര്യശാലിയാണെങ്കിലും ഓടിക്കളയും. അത്ര പെർഫെക്ഷനോടുകൂടിയാണ്. എൻ്റെ കണ്ണിലൊക്കെ ജീവൻ തുടിക്കുകയാണ് ഇപ്പോഴും. പ്രതിമയാണോ അല്ലെങ്കിൽ ഒരു ശില്പമാണെന്ന് തോന്നത്തില്ല.
ഞായറാഴ്ച ദിവസമാണ് ഇവിടുത്തെ, ഞായറാഴ്ച ശനിയാഴ്ചയാണ് കൂടുതലും തിരക്കുള്ളത്. ശനി ഞായറുമാണ് ഇവിടെ തിരക്കുള്ളത് അല്ലേ, ഈ പാർക്കിൽ തിരക്കുള്ളത് അല്ലേ? ഒന്ന് ഫാമിലികൾക്കെല്ലാം അവധിയാണല്ലോ അല്ലേ? അതെ, അതുകൊണ്ടാണ്. പിന്നെ ഞായറാഴ്ച ശനിയാഴ്ചയാണ് നമ്മളിവിടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉള്ളത്. കുതിരപ്പുറത്ത് യാത്ര, കുതിരവണ്ടി യാത്ര, ഇതെല്ലാം ഞായറാഴ്ച ശനിയാഴ്ചയാണ്. ഞായർ ശനിയും ഉണ്ടല്ലേ? അല്ലാത്ത ദിവസം ഫാം ഉണ്ട്, പക്ഷേ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നും കാണത്തില്ല. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളാണ് ഫാം തുറന്ന് പ്രവർത്തിക്കുന്നത് ശരിക്കും? എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ശനിയാഴ്ച ഞായറാഴ്ചയാണ് മെയിൻ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആയിട്ട് ഉള്ളത്. ബാക്കി എല്ലാ ദിവസവും 11 മണി തൊട്ട് 6 മണി വരെ ഓപ്പൺ. 11 മണി തൊട്ട് 6 മണി വരെ ഓപ്പണിംഗ് ആണല്ലേ? ഇത് നമ്മുടെ റോമൻ സിനിമയിലേക്ക് ഉപയോഗിച്ച കുതിരവണ്ടിയാണ്. ഏകദേശം 46 വർഷം പഴക്കമുണ്ട്. 46 വർഷത്തെ പഴക്കമുണ്ട് റോമൻ സിനിമ. ടോപ്പുള്ള ടൈപ്പില് കുതിരവണ്ടി, ടോപ്പുള്ള ആണല്ലേ? ഇതിപ്പോ എത്ര ആളായി ഇവിടെ ആയിട്ട്? ഇവിടെ ആയിട്ടും ഇപ്പോൾ ഏകദേശം 36 വർഷത്തോളം ആവുന്നു. 34 വർഷമായിട്ട് ഇവിടെ ഉണ്ടല്ലേ? ഓ ശരി ശരി. ഇവിടെ എല്ലാം വണ്ടികളാണല്ലോ കിടക്കുന്നത്. ഇതൊക്കെ ഏതാ? ഇത് നമ്മുടെ തേന്മാവിൻകൊമ്പത്ത് സിനിമയ്ക്കകത്തെ കാളവണ്ടിയാണ്. തേന്മാവിൻകൊമ്പത്ത് സിനിമയിലെ കാളവണ്ടിയാണല്ലേ? ഓക്കെ. അപ്പം പത്മശ്രീ മോഹൻലാലും ഒക്കെ സഞ്ചരിച്ച ഒരു അല്ലേ ചരിത്ര സംഭവമാണത് അല്ലേ? മോഹൻലാലും ശോഭനയും പപ്പു എന്നൊക്കെ പറയുന്ന മഹാരഥന്മാരായിട്ടുള്ള നടന്മാർ അഭിനയിച്ച് തകർത്ത ഒരു സീനൊക്കെ ഇതിന്ന് മറക്കാൻ പറ്റുമോ നോക്കില്ലേ? അപ്പോൾ ആ ഒരു കാളവണ്ടിയാണ്. 111 വർഷം പഴക്കമുണ്ട്. 111 വർഷത്തെ പഴക്കമുണ്ട്. ഈ ഒരു കാളവണ്ടിയും ആ സിനിമയിലെ ഓരോ സീനുകളും നമുക്ക് മലയാളി പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും മറക്കാൻ പറ്റത്തില്ല. അത്ര മനോഹരമായിട്ടാണ് ആ സിനിമയിലെ ഓരോ മുഹൂർത്തങ്ങളും സഞ്ചരിക്കുന്നത്. ഇത് 2 വീൽ രഥമാണ്. നമ്മുടെ കുതിരയെ കെട്ടി വലിക്കാൻ ഉപയോഗിക്കുന്ന രഥം. നമ്മുടെ കല്യാണത്തിനും പ്രോഗ്രാമിനും എല്ലാം കൊടുക്കുന്ന രഥങ്ങളാണ്. ഓ ശരി ശരി. ഇതിന്റെ തന്നെ വലുതും ഉണ്ട്. ഇതിന്റെ വലുതും ഉണ്ടല്ലേ? ആ കാണുന്നതാണ് അതിന്റെ വലുത്. ആ കാണുന്നതിന്റെ വലുതല്ലേ? ഓ ശരി ശരി. ഇത് ആ കണ്ട കാളവണ്ടി തന്നെയാണ്. ഇങ്ങനത്തെ ഒരു കാളവണ്ടി. അതൊരു കാളവണ്ടി അല്ലേ? ഇതാണ് സിനിമയിൽ അഭിനയിച്ച കാളവണ്ടി അല്ലേ? ഈ കാണുന്ന കാളവണ്ടി വില്ലുവണ്ടി എന്ന് പറയും. പണ്ടത്തെ ഉയർന്ന ആൾക്കാർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. ഓ ശരി ശരി. ഇതൊക്കെ ഇന്നത്തെ തലമുറ ഇന്നും കാണുന്നില്ല. പലരും ഇതൊക്കെ കാണണമെങ്കിൽ പഴയ സിനിമകൾ കണ്ടാൽ മാത്രമേ ഇങ്ങനൊരു സാധനം ഉണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഈ മ്യൂസിയത്തിലെ ഇതൊക്കെ ശേഖരിച്ച് സൂക്ഷിച്ച് നിധി പോലെ സൂക്ഷിക്കുന്നതിനകത്ത് വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഇനി വരുന്ന തലമുറകളൊക്കെ ഇത് കാണട്ടെ, നേരിട്ട് കാണാൻ. ഈ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലല്ലോ നേരിട്ട് കാണുന്നത്. അതിൻ്റെ ഒരു അനുഭവം നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന അനുഭവം ഒരിക്കലും ഒരു വീഡിയോയിൽ കിട്ടില്ലല്ലോ. വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു ചരിത്രമാണ് കേട്ടോ. നമ്മളെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളാണ് ഈ കാണുന്ന ഓരോ കാളവണ്ടികളും വില്ലുവണ്ടികളും ഒക്കെ. ഈ ഹാദിയയുടെ എടുക്കുന്നതാണ് നമ്മൾ ഇവിടുത്തെ ഹൈദയുടെ എടുക്കുന്നതാണ് നമ്മൾ ഇവിടുത്തെ വീഡിയോ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ നന്ദകിഷോറിനോടും ഈ ഫാമിനോടും നമ്മൾ ഇന്ന് യാത്ര പറയുകയാണ്. ഇത്രയും നേരം ഞങ്ങളേക്ക് ഇവിടെ കൊണ്ടു നടന്ന് നമ്മുടെ ഈ ജീവികളെല്ലാം പരിചയപ്പെടുത്തിയതിന് ഒരുപാട് നന്ദി. സ്മാർട്ട് പെൻ സഫാരി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ ഇനിയും നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. സന്തോഷമല്ലേ? ഓക്കെ. അപ്പം നമുക്ക് തീർച്ചയായും കണ്ടുമുട്ടാം. ഫാമിലി ആയിട്ടെല്ലാം ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ. അപ്പം നന്ദകിഷോർ എന്ന് പറയുന്ന ഈ കൊച്ചു കൂട്ടുകാരനെ സ്മാർട്ട് പെൻ സഫാരിയുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും ഒക്കെ അറിയിച്ചു കൊള്ളുന്നു. ഓക്കെ.